ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ശരിവെച്ച ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ് അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായി ലീജിയൻ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്ന് ലീജിയണിന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹാക്കർ ഗ്രൂപ്പായ ലീജിയൺ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ചോർത്തിയതായാണ് ലീജിയൺ അവകാശപ്പെടുന്നത്. അപ്പോളോയുടെ സെർവറിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്നും ലീജിയൺ മുന്നറിയിപ്പ് നൽകുന്നു. ജയലളിതയുടെ മരണത്തിൽ പ്രചരിക്കുന്ന ദുരൂഹതയെ ഹാക്കർമാർ ശരിവെക്കുകയാണെന്നതാണ് അതിനർത്ഥം. ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണയ്ക്കണമെന്നും ലീജിയൺ അഭ്യർത്ഥിക്കുന്നു. നേരത്തെ AICCയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയ് മല്യയുടെയും ട്വിറ്റർ ഹാക്ക് ചെയ്തത് ലീജിയണാണ്. ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുമെന്നും അടുത്ത ലക്ഷ്യം മുൻ IPL ചെയർമാൻ ലളിത് മോദിയാണെന്ന് കൂടി ലീജിയൺ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന് കൂടി ലീജിയൺ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യത്തെ വിവര സംവിധാനം ആകെ താറുമാറാകുകയാണോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. ബാങ്കുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ഇടപാടുകാരെ വലച്ചതോടെ സംസ്ഥാനത്ത് ബാങ്കുകളിൽ സംഘർഷം. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഇടപാടുകാർ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. കോട്ടയം ഉഴവൂർ SPT ശാഖയിൽ ഇടപാടുകാരുടെ പ്രതിഷേധം സംഘർഷത്തിലെത്തി. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് രാവിലെ പണമെടുക്കാനെത്തിയവരും ബാങ്ക് ജീവനക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. 3 ദിവസമായി ഇടപാട് നടക്കാത്തതിനാൽ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. മാത്രമല്ല, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആളുകൾ ക്യൂ നിന്നിട്ടും അധികൃതർ പണം നൽകിയില്ലെന്നും അതേസമയം ജീവനക്കാരുടെ അടുത്ത ബന്ധുക്കൾക്ക് പണം നൽകിയതായും പരാതികൾ ഉയർന്നിരുന്നു. അതേസമയം ഇന്ന് രാവിലെ ബാങ്കിൽ പണമില്ലെന്ന് ജീവനക്കാർ ബോർഡ് വെച്ചതോടെ പണമെടുക്കാനെത്തിയവർ ജീവനക്കാരെ തടയുകയായിരുന്നു. ബാങ്ക് തുറക്കാൻ അനുവദിച്ചില്ല. അതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ആരംഭിച്ചു. 1000-ലധികം ആളുകൾ സ്ഥലത്തെത്തി. പോലീസ് ഇടപെട്ട് അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം ഇന്ന് ടോക്കൺ നൽകിയവർക്ക് നാളെ 10,000 രൂപ വരെ എടുക്കാമെന്ന ധാരണയിലെത്തുകയായിരുന്നു. അതിനുശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാജ്യം ആഭ്യന്തര ഭക്ഷ്യോൽപാദന പ്രതിസന്ധിയിലേക്ക്. കർഷകർക്ക് വിത്ത് വിതരണം ചെയ്യുന്നത് കാർഷിക കേന്ദ്രങ്ങൾ നിർത്തിവെച്ചു. വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന് SBI അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. വിത്ത് വാങ്ങാൻ അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഇതോടെ രാജ്യത്തെ 82% കൃഷിഭൂമിയിലും വിത്തിറക്കിയിട്ടില്ല. കാർഷിക മേഖലയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും അസാധുവാക്കിയ നോട്ടുകൾ ഉപയോഗിച്ചും കർഷകർക്ക് വിത്ത് വാങ്ങാനാകുമെന്നുമായിരുന്നു നവംബർ 21-ന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ പഴയ നോട്ടുകൾ കർഷകരിൽ നിന്ന് സ്വീകരിച്ചാൽ ആ തുക സ്വീകരിക്കില്ലെന്നാണ് SBI അറിയിച്ചിരിക്കുന്നത്. കർഷകർക്ക് വിത്ത് നൽകാൻ സ്വീകരിച്ച പണം വകുപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിക്ഷേപിച്ച് പിന്നീട് ഗവൺമെന്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യാനും SBI നിർദ്ദേശിച്ചു. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു അക്കൗണ്ട് ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ 1 മാസത്തോളമായി വിത്ത് വിതരണ കേന്ദ്രങ്ങൾ വിത്തുകൾ വിതരണം ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. റാഗി, ഗോതമ്പ് അടക്കമുള്ള വിളകളുടെ വിത്തിറക്കേണ്ട സമയത്താണ് വിത്ത് പോലും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുന്നത്. നേരത്തെ തന്നെ മിക്ക കർഷകരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ കൃഷിഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ 82% കൃഷിഭൂമികളിലും വിളയിറക്കാൻ ആകാത്തത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം മുഴുവനായി തന്നെ വെട്ടിക്കുറച്ചു. ഗുണമേന്മയില്ലാത്ത വിദേശ ഗോതമ്പിനങ്ങൾ 1200 രൂപയ്ക്കും ഇനി മുതൽ വിപണികളിൽ ലഭിക്കും. ആഭ്യന്തര ഗോതമ്പുകൾക്ക് മിനിമം വിപണി വില 1625 രൂപയാണ്. പുറത്തുനിന്നൊരു ഡംപിംഗ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ്, കാർഗിൽ, പിന്നെ ഇവിടെയുള്ള ITC, അദനി, റിലയൻസ്, ഇവരൊക്കെ ഇതിൽ അതിൻ്റെ ലാഭം കൊയ്യുന്നത്. കർഷകന് നഷ്ടം മാത്രമേ. അതിനാൽ തന്നെ ഓസ്ട്രേലിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ഗോതമ്പിനങ്ങളാകും ഇനി വിപണികൾ കീഴടക്കുക. കള്ളപ്പണം ഇല്ലാതാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതി എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ കാർഷിക മേഖല മുഴുവനായി തന്നെ സ്തംഭിപ്പിച്ച് കോർപ്പറേറ്റ് അഗ്രികൾച്ചറിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതിലേക്കാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം വഴിവെക്കുക. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് നിരോധനത്തിന്റെ ദുരിതം മുഴുവൻ സാധാരണക്കാർക്കും പാവം ജനങ്ങൾക്കും മാത്രമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാധാരണക്കാർക്കും കർഷകർക്കും ഉണ്ടാകുന്ന നഷ്ടം വൻകിടക്കാർക്ക് നേട്ടമായി മാറിയെന്നും ധനമന്ത്രി പറഞ്ഞു. റദ്ദാക്കിയ നോട്ട് മുഴുവൻ ബാങ്കുകളിൽ തിരിച്ചെത്തി. കള്ളപ്പണക്കാരെല്ലാം പാവങ്ങളെ ഉപയോഗിച്ച് വെളുപ്പിച്ചു. ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് സാധാരണക്കാർ മാത്രമാണെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പ്രാരാബ്ദം മുഴുവൻ, കെടുതി മുഴുവൻ സാധാരണക്കാരന്, അപ്പൊ ഇത് ജനങ്ങൾക്ക് മുഴുവൻ ഭാരം, നേട്ടം മുഴുവൻ പണക്കാർ എന്നുള്ള ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും.
തിരികെ വാർത്തകളിലേക്ക്. അമേരിക്ക ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തത്തിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കത്തയച്ചു. ഉടമ്പടിയുടെ വിശദാംശങ്ങൾ പാർലമെന്റിൽ വിശദീകരിക്കാത്തത് ദുരൂഹമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മാസം 8-ാം തീയതി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആഷ്ടൺ കാർട്ടറും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇന്ത്യ അമേരിക്കയുടെ പ്രതിരോധ പങ്കാളിയായതായി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികൾക്ക് സമാനമായ വിശിഷ്ട പദവി ഇന്ത്യക്ക് കൂടി ലഭിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഇത് ഇന്ത്യ കാലങ്ങളായി തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കാതെയാണ് സർക്കാർ ഉടമ്പടിയുമായി മുന്നോട്ടു പോയതെന്നാണ് കത്തിൽ പറയുന്നത്. ഉടമ്പടിയിലെ വിശദാംശങ്ങൾ അമേരിക്ക പ്രസിദ്ധപ്പെടുത്തുകയും പരസ്യമാക്കുകയും ചെയ്തു. എന്നാൽ ഉടമ്പടി പ്രകാരം ഇന്ത്യക്കുള്ള ബാധ്യതകൾ സർക്കാർ രഹസ്യമായി വയ്ക്കുന്നത് ദുരൂഹമാണ്. സുപ്രധാന ഉടമ്പടിയെക്കുറിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് സൂക്ഷ്മ പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള നിബന്ധനകൾ ഉടമ്പടിയിലുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധം അമേരിക്കയുടെ കീഴിലാകുന്നതിന് വഴിവെക്കും. ഇന്തോ ഏഷ്യ പസഫിക് മേഖലയിലും ദക്ഷിണേഷ്യൻ മേഖലയിലുമുള്ള അമേരിക്കൻ ഇടപെടലുകൾക്ക് ഇന്ത്യയുടെ സഹകരണമുണ്ടാകുമെന്നും ഉടമ്പടിയിൽ എടുത്തു പറയുന്നു. ഇന്ത്യ തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിന് പൂർണ്ണമായും എതിരാണിതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ഉടമ്പടിയിലെ വിശദാംശങ്ങൾ ജനപ്രതിനിധികളെ അറിയിക്കാത്തത് 130 കോടി ജനങ്ങളോടുള്ള അനാദരവാണ്. അതിനാൽ വിശദാംശങ്ങൾ ഉടൻ പാർലമെന്റിനെ അറിയിക്കണമെന്നും ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കരുതെന്നുമാണ് കത്തിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിനെതിരെ 450 കോടിയുടെ അഴിമതി ആരോപണം. സ്വന്തം സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കിരൺ റിജിജുവിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ശബ്ദരേഖകൾ സഹിതം ഒരു ദേശീയ ദിനപത്രം പുറത്തുവിട്ട വാർത്ത അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, സഹോദരനും കോൺട്രാക്ടറുമായ ഗോബോയ് റിജിജു, വടക്ക് കിഴക്കൻ പവർ കോർപ്പറേഷൻ ഉന്നതർ എന്നിവർ സംയുക്തമായി ആസൂത്രണം നടത്തിയ അഴിമതിയുടെ രേഖകളാണ് പുറത്തുവരുന്നത്. അരുണാചൽ പ്രദേശിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പശ്ചിമ കബോഗ് ജില്ലയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. 600 മെഗാവാട്ട് ശേഷി പ്രതീക്ഷിക്കുന്ന അരുണാചലിലെ ഏറ്റവും വലിയ അണക്കെട്ട് പദ്ധതിയുടെ കോൺട്രാക്ടറായ ഗോബോയ് റിജിജുവിനു വേണ്ടി സഹോദരനും മന്ത്രിയുമായ കിരൺ റിജിജു വഴിവിട്ടിടപെട്ടുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഫണ്ടിൽ നിന്നും 450 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമം നടന്നു. സഹോദരന് ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കിരൺ റിജിജു ഊർജ്ജ മന്ത്രാലയത്തിന് പലതവണ കത്തെഴുതി. വടക്ക് കിഴക്കൻ പവർ കോർപ്പറേഷന്റെ ചീഫ് വിജിലൻസ് ഓഫീസറായ സതീഷ് വർമ്മ നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തിയത്. 129 പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ട് വർമ്മ സർക്കാരിന് സമർപ്പിച്ചു. ഇതിനു തൊട്ടു പിന്നാലെ സതീഷ് വർമ്മയെ അരുണാചലിൽ നിന്നും ത്രിപുരയിലെ CRPFലേക്ക് സ്ഥലം മാറ്റി. തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തെ കടുത്ത ഭാഷയിലാണ് ആഭ്യന്തര സഹമന്ത്രി നേരിട്ടത്. ആരോപണം ഉന്നയിച്ച് അരുണാചലിൽ ചെന്നാൽ ചെരുപ്പടി കൊള്ളേണ്ടി വരുമെന്നും മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. കെട്ടിച്ചമച്ച കഥയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അരുണാചൽ അഴിമതിയിൽ കിരൺ റിജിജുവിനെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചീഫ് വിജിലൻസ് ഉദ്യോഗസ്ഥനെ മാറ്റി അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ നടപടി വൈകിപ്പിച്ചതിന് ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ വിമർശനം. വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലം മാറിയതിനാലാണ് നടപടിക്ക് കാലതാമസമുണ്ടായതെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ADGP ശങ്കർ റെഡ്ഡി ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിച്ചുവെന്ന പരാതിയിൽ കേസ് ഡയറി അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ADGP ആർ ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് കേസിൽ വിജിലൻസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി പൂഴ്ത്തിവെച്ചുവെന്ന പരാതിയിലാണ് വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് ചീഫ് സെക്രട്ടറിയെ പോലെ ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. അതേസമയം പരാതിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച വിശദീകരണ റിപ്പോർട്ടിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി പുതിയ റിപ്പോർട്ട് ഈ മാസം 31-ന് സമർപ്പിക്കണമെന്നും ഉത്തരവിട്ടു. ചീഫ് സെക്രട്ടറിയുടെ അറിവില്ലായ്മയും തിരക്കും കാരണമാണ് നടപടി വൈകിയതിന് കാരണമെന്ന് വിജിലൻസ് നൽകിയ എക്സ്പ്ലനേഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിനാലാണ് കോടതി അതൃപ്തി അറിയിച്ചത്. പക്ഷേ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതിനാലാണ് നടപടി സ്വീകരിക്കാൻ കാലതാമസം വന്നതെന്ന് ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിച്ചു. മുൻ വിജിലൻസ് ഡയറക്ടർ ADGP ശങ്കർ റെഡ്ഡി ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന പരാതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്നത് മറ്റൊരു യൂണിറ്റ് ആയതിനാലാണ് അന്വേഷണ സംഘത്തിന് പരിശോധന നടത്താനായി കേസ് ഡയറി കൈമാറാൻ പറഞ്ഞതെന്നും കോടതി അറിയിച്ചു.
കേസ് ഡയറി പരിശോധിക്കുന്നതിന് വിജിലൻസ് 2 മാസം സമയം ചോദിച്ചെങ്കിലും കോടതി 13/1/2017 മുൻപ് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശക്തമായ കർമ്മപദ്ധതിക്ക് സർക്കാർ ഉടൻ രൂപം കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വീർപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സപ്ലൈകോയുടെ ക്രിസ്തുമസ് മെട്രോ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഒരു കാരണവശാലും അനുവദിക്കുകയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്സവകാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായുള്ള സപ്ലൈകോയുടെ ക്രിസ്മസ് മെട്രോ ഫെയറിന് തലസ്ഥാനത്ത് തുടക്കമായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് മെട്രോ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ സർക്കാർ ശക്തമായൊരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. ജനങ്ങളെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വീർപ്പിച്ച് കളയാം എന്ന് ആരും കരുതരുത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒരു കാരണവശാലും സംസ്ഥാനത്ത് അനുവദിക്കില്ല. റെക്കോർഡ് വിൽപ്പനയായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്തെ മെട്രോ ഫെയറുകളിലൂടെ ഉണ്ടായതെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. മാവേലി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. 5 ജില്ലകളിലാണ് മെട്രോ ഫെയറുകൾ ഒരുക്കിയിട്ടുള്ളത്. അരി, പലവ്യഞ്ജനം, ഇറച്ചി, പച്ചക്കറി എന്നിവ വിലക്കുറവിൽ മെട്രോ ഫെയറിൽ ലഭ്യമാണ്. 441 ക്രിസ്മസ് ചന്തകൾ ഇക്കുറി സംസ്ഥാനത്തുടനീളമുണ്ടാകും. ഡിസംബർ 24 വരെ മെട്രോ ഫെയറുകൾ പ്രവർത്തിക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസ് നീട്ടിവെച്ചു. ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പരിഹാരമാകാത്തതിനാലാണ് റിലീസ് നീട്ടിയത്. 16 മുതൽ സിനിമാ നിർമ്മാണവും വിതരണവും നിർത്തിവെക്കുമെന്ന് കൊച്ചിയിൽ ചേർന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗം തീരുമാനിച്ചു. ഈ മാസം 16 മുതൽ മൾട്ടിപ്ലക്സുകളിലേതുപോലെ 50-50-50 എന്ന നിരക്കിൽ തിയേറ്റർ വിഹിതം പങ്കുവെക്കണമെന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് റിലീസും വിതരണവും നിർത്തിവെക്കുന്നത്. ചിത്രങ്ങളുടെ നിർമ്മാണം നിർത്തിവെക്കുന്നതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മലയാളമടക്കം എല്ലാ ഭാഷാ ചിത്രങ്ങളും വിതരണത്തിന് എത്തിക്കില്ല എന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും അറിയിച്ചു. കഴിഞ്ഞ മാസം എടുത്ത തീരുമാനമനുസരിച്ച് വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനും യോഗം തീരുമാനിച്ചു. എന്നാൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. ഫിലിം ചേംബറിൽ ചേർന്ന യോഗത്തിൽ തിയേറ്റർ ഉടമകൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പരിഹാരമാകാത്തതിനാൽ ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസ് മാറ്റിവെച്ചു. മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ, മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ദുൽഖർ ചിത്രം ജോമോൻ സുവിശേഷങ്ങൾ, പൃഥ്വിരാജ് ചിത്രം ഇസ്ര, ദിലീപിന്റെ ജോർജറ്റൻ സ്ഫൂരം തുടങ്ങിയ ചിത്രങ്ങളുടെ റിലീസാണ് മാറ്റിവെച്ചത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ സിനിമാ മേഖല പ്രതിസന്ധിയിലാകുമെന്നതിനാൽ സർക്കാർ ഇടപെടണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.